ക്യൂട്ടീസ്. അപ്പോൾ എല്ലാവരും എന്തുണ്ട് വിശേഷമൊക്കെ? അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിരുന്നു സെൻറ്റ് ആംഗിൾ ആർട്ടിനെ കുറിച്ചാണ്. ലാസ്റ്റ് വരെല്ലാം കാരണം ഇതിനിടയ്ക്കൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഈ സെൻറ്റ് ആംഗിൾ ആർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഡൂഡിൽ ആർട്ടിൻ്റെ തന്നെ ചേട്ടനെ അനിയത്തിയായിട്ടൊക്കെ പറയുന്നത്. ഡൂഡിൽ ആർട്ടിൽ തന്നെ പല ഇതുകൊണ്ട് ലൈൻ ആർട്ട്, എന്താ പറയുന്നത്, മണ്ടാല, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇല്യൂഷൻ ആർട്ട്, അങ്ങനെ കുറേ ഉണ്ട്. അതിനകത്തുനിന്ന് തന്നെയുള്ളതാണ് ഈ സെൻറ്റ് ആംഗിൾ. ഇതിനകത്തൊന്നും ഈ ആർട്ടുകൾക്കൊന്നും പ്രത്യേകമായിട്ട് ഒരു റൂൾസ് ഇല്ല. എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് വരയ്ക്കാം, അതിനെ മോഡിഫൈ ചെയ്യാം. നമ്മുടെ ഇമാജിനേഷൻ വെച്ചാണ് ഇത് വരയ്ക്കുന്നത്. ഇതൊരു റിലാക്സേഷൻ ടെക്നിക്ക് അല്ലെങ്കിൽ സ്ട്രെസ് റിലീവിങ് ആർട്ട് എന്നൊക്കെ ഇതിനെ പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കുറേ ലൈനുകൾ വരച്ച് അതിനെ നമ്മൾ മോഡിഫൈ ചെയ്ത് ഒരു ഇമാജിനേഷൻ പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതൊരു 3D ഇല്യൂഷൻ ടൈപ്പ്. അപ്പം നമ്മളതിനെ ഫസ്റ്റതായിട്ട് ഇതിനെ ഞാൻ ഉണ്ടാക്കി, നിങ്ങൾ വരച്ച് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റായിട്ട് ഉണ്ടാക്കിയ ഇല്യൂഷൻ ആർട്ട് അല്ലെങ്കിൽ സെൻറ്റ് ആംഗിൾ ആർട്ട് അങ്ങനെയൊക്കെ പറയും. ഈ നമ്മൾ ഒത്തിരി വിഷമിച്ച് അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ജോലിയും പഠിത്തവും ഒക്കെ കഴിഞ്ഞിടെ നമുക്കൊന്ന് റിലാക്സ് ആകണം എന്ന് നോക്കുമ്പോൾ ഇങ്ങനെ വരച്ച് നോക്കിയാൽ മതി. ഈ സാധനം വരച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയം പോകുന്നത് അറിയത്തേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതി വരയ്ക്കില്ല. ഇതിന് പ്രത്യേകിച്ച് ഇന്ന ഷേപ്പ് വേണം, ഇന്ന മെഷർമെൻറ്റ് വേണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ആർട്ട് ചെയ്യുകയാണെങ്കിൽ കുറേ ഇങ്ങനെ വരകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരച്ച് കൊടുക്കുവാണ്. കർവായിട്ടുള്ള വരയാണ് പലതരത്തിലുണ്ടാക്കുക. നിങ്ങളുടെ ഇഷ്ടമാണ് അതൊക്കെ ഉണ്ടാക്കുന്നത്. നിങ്ങളിതിനെ മോഡിഫൈ ചെയ്യുക, കളർ വെച്ച് ഇഷ്ടമുള്ള കളറൊക്കെ. പിന്നെ ഏറ്റവും കൂടുതൽ ഇത് ബ്ലാക്ക് കളറിലാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ചെയ്യുന്നത്. പിന്നെ കളർഫുള്ളും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ കളർഫുള്ളും ചെയ്യുന്നുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എന്താ പ്രാചീനമായിട്ട് റിയൽ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റാണ്. പക്ഷേ നമ്മളതിനെ കളർഫുള്ളും ആക്കി ചെയ്യാൻ പറ്റും നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. അപ്പോൾ നമ്മളിതുകൊണ്ട് അതിനകത്തോട് കുറേ പെബിൾസ് വരച്ച് കൊടുക്കുകയാണ്. ഓരോ കോർണറും ജോയിൻ ചെയ്ത് ഒരു പെബിൾസ് ടൈപ്പിൽ വരച്ച് കൊടുക്കുകയാണ്. അപ്പം ഇത് വരച്ച് കഴിയുമ്പോഴത്തേനും നമുക്കൊരു പ്രത്യേക ഒരു സ്പേസ് ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടോ, ആ ഒന്നും ചെയ്യാത്ത സ്പേസ്, ആ സ്പേസിൽ നമ്മൾ ബ്ലാക്ക് കളറാണ് കൂടുതലും ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഒരു ആർട്ടിൻ്റെ പകുതി ഇങ്ങനെ എല്ലാം ഷെയ്ഡ് ചെയ്ത ശേഷം ഇനി അകത്ത് നമുക്ക് പെൻഡിങ് ആയിട്ടുള്ള കുറേ സ്പേസസ് ഇല്ല. അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള കളറ് ഡാർക്കും അതിൻ്റെ തന്നെ ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡും വെച്ച് നമുക്ക് ഷെയ്ഡ് ചെയ്ത് നമുക്കൊരു ഇല്യൂഷൻ ടൈപ്പ് ആക്കാൻ പറ്റുമേ. പിന്നെ ഇതിന് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ സാധാരണ സ്കെച്ച് വേണം സാധാരണ, പക്ഷേ ഇതിന് യൂസ് ചെയ്യുന്ന കാലിഗ്രാഫിയുടെയോ അല്ലെങ്കിൽ ബ്രഷ് പെന്ന് അങ്ങനത്തെ പലതരത്തിലുള്ള ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേനയുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ അതില്ലാത്തതുകൊണ്ട് നമ്മൾ ബ്രഷ് പെൻ വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ബ്ലാക്ക് സ്കെച്ച് പെൻ വെച്ചൊക്കെ അടിച്ച് ചെയ്യുന്നത്. പക്ഷേ ഇതിനൊക്കെ പോയിൻറ്റഡ് ആയിട്ടുള്ള നിബുള്ള പെയിനൊക്കെ ഉണ്ട്. അത് വെച്ചാണ് സാധാരണ എല്ലാവരും ചെയ്യുന്നത്. നമുക്കതില്ലാത്തതുകൊണ്ട് നമ്മളുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ലൈറ്റും ഡാർക്കും ഷെയ്ഡ് ചെയ്ത് നമ്മളെല്ലാം ഇങ്ങനെ ഫുള്ളാക്കി വരയ്ക്കണം. അപ്പം നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. പക്ഷേ അതിന് ലൈറ്റും ഡാർക്കും വേണമെന്നേ ഉള്ളൂ. അത് ഡാർക്ക് ചെയ്യുന്ന ഒരു ഇല്യൂഷനുണ്ട് കണ്ടോ. ഇപ്പോൾ ഒരു ഇല്യൂഷൻ, ഒരു മാർബിൾസ് ഇങ്ങനെ ഇട്ടിരിക്കുന്ന പോലെ തോന്നത്തില്ലേ, അല്ലെങ്കിൽ കളർഫുൾ എന്താ പറയുന്നത് സ്റ്റോൺസോ അങ്ങനെ ഇടത്തില്ല, കല്ലുകളൊക്കെ അതുപോലൊക്കെ തോന്നുന്നുണ്ടല്ലേ. ഇനി അടുത്ത ആർട്ടെന്ന് പറയുന്നത് കുറേ നമ്മൾ റൗണ്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അതായത് ഇങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ റൗണ്ട് കൈ കൊണ്ട് നമ്മളിങ്ങനെ വലിയ മെഷർമെൻ്റ് എടുത്തൊന്നും റൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സെൻറ്റ് ആംഗിൾ ഏറ്റവും വലിയ ഈസി പണി എന്ന് പറയുന്നത് അത് തന്നെയല്ലേ. അതിന് ഔട്ട് സൈഡിലൂടെ നമ്മൾ ഈ ബുൾസയില്ലേ, മുട്ട ബുൾസ, അതുപോലത്തെ നമ്മൾ ബുൾസ ഉണ്ടാക്കുമ്പോഴത്തേന് മുട്ട കൊണ്ട് ഉണ്ടാക്കുന്ന അതുപോലൊരു സാധനമാണ് നമ്മൾ സണ്ണി സൈഡ് എന്നൊക്കെ പറയത്തില്ലേ മുട്ടയുടെ, അതുപോലെയാണ് നമ്മൾ ഉണ്ടാക്കി വരച്ചിരിക്കുന്നത്. വരച്ച ശേഷം ഇനി അകത്ത് നമ്മുടെ നടുക്ക് ഒരു കോളം തന്നിട്ടില്ല, അതിനകത്ത് അത് ഉണ്ണിയും നമ്മൾ ഉണ്ണിക്കുട്ടൻ, നമ്മുടെ മുട്ടയുടെ ഉണ്ണിക്കുട്ടൻ, ആ ഉണ്ണിക്കുട്ടനകത്ത് നമ്മൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും സിഗ്സാഗ് വരച്ച് ഒരു ചെക്ക് ടൈപ്പ് ഉണ്ട്. അത് സിഗ്സാഗിലാണ് വരയ്ക്കുന്നതെന്നുള്ളൂ കേട്ടോ. അത് വരച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ ആ ഓരോ സിഗ്സാഗിനകത്തും ഓരോ കോളിൽ അതിന് ആൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ ഒന്ന് ഷെയ്ഡ്, അതായത് ഒരെണ്ണം ഷെയ്ഡ് ചെയ്താൽ അടുത്തതിനകത്ത് ഷെയ്ഡ് ചെയ്യൽ വിട്ട ശേഷം ഷെയ്ഡ് ചെയ്യണം, അത്രയേ ഉള്ളൂ. പിന്നെ ഔട്ട് സൈഡിൽ നമ്മൾ ചെയ്യുന്ന കുറേ ലൈൻസ് വരയ്ക്കണം. ഇതിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറയുന്നത് നമുക്കിതല്ലേ, നമുക്ക് ഇഷ്ടമുള്ള രീതി വരയ്ക്കുക, ചെക്ക് വരയ്ക്കാം, എന്ത് വേണമെങ്കിലും വരച്ച് നമ്മളിതിനെ ഫില്ലാക്കിയാൽ മതി എന്നുള്ളൂ. അപ്പം ഫൈനൽ റിസൾട്ട് നമുക്കിതൊന്നൊരു ഒരു ക്യാൻവാസിലായിരിക്കണം പെയിൻറ്റിങ് ടൈപ്പ് അങ്ങനെ ചെയ്യണമെന്ന് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടാനും നമ്മുടെ ഒരു സ്ട്രെസ് റിലീവിനും ഒക്കെ അതിന് വേണ്ടി ചെയ്യുന്നത്. അപ്പം നമ്മളിങ്ങനെ ചെയ്ത് നോക്ക്. ഇത് ഓരോന്ന് വരയ്ക്കുന്ന നമുക്ക് ഇനി ഒന്നുകൂടെ വരയ്ക്കാൻ തോന്നും, അതുപോലെയാണ്. അപ്പം നമുക്ക് മടി പിടിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന പരിപാടിയാണ്. അല്ലെങ്കിൽ നമുക്ക് വളരെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ മടി വരുമോ, അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ടാന്ന് രീതിയിലിരിക്കുമ്പോൾ നമ്മളിങ്ങനെ വരച്ച് കൊടുത്താൽ നല്ല രസം. അപ്പം ഇങ്ങനെ ഫുള്ളായിട്ട് ഇതിനെ വരച്ച് കൊടുക്കുക ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കണ്ടോ സ്പേസ് ഉണ്ട്, അവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്ക് ലൈൻസ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെക്ക് ലൈൻ വരച്ച് കൊടുക്കുക. ഞാൻ ചെക്കേ വരയ്ക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും വരയ്ക്കുകയൊക്കെ ചെയ്യാം, ഷെയ്ഡ് ചെയ്യുകയോ എന്തെങ്കിലും. ഇതിനകത്ത് ഒരു റൂളില്ലാണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ എൻ്റെ ചെക്കായിട്ട് വരയ്ക്കുകയാണ്. എൻ്റെ ഇമാജിനേഷനിൽ തോന്നുന്നത് സെൻറ്റ് ആംഗിളൊക്കെ വരയ്ക്കുകയാണ്. എത്രയൊക്കെ പെർഫെക്റ്റ് ആണെന്നൊന്നുമില്ല, നമ്മൾ നമ്മുടെ മനസ്സ് റിലാക്സ് ചെയ്യുന്നതിന് നമുക്ക് പെർഫെക്റ്റ് ആക്കി ആരെ കാണിക്കേണ്ടല്ലോ. പക്ഷേ നിങ്ങൾക്കൊന്നും മെത്തേഡ് കാണിച്ചിടുന്നതേ ഉള്ളൂ എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് കേട്ടോ. അപ്പോൾ അടുത്ത ഇത് നമ്മൾ റെഡി ആയത് ഫുള്ളായിട്ട് ഇങ്ങനെ വരച്ചെടുക്കണം. ഫുൾ പേജ് വരയ്ക്കുമ്പോൾ ഒരു രസമുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് ഇതുപോലെ ഫുൾ പേജ് വരച്ച ശേഷം നമ്മൾ ഓരോ കോർണർ
കോർണർ അതിൻ്റെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലാക്ക് ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. എങ്ങനെയുണ്ട്? അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ നല്ല രസം. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് കേട്ടോ. ഒരു പ്രത്യേകതയുണ്ട് ഇതിനെ. അപ്പോൾ ഇതാണെങ്കിൽ ഫൈനൽ ഇടിച്ചിട്ട് ഷെയ്ഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്, മറ്റേത് ഷെയ്ഡ് ചെയ്യാത്ത കേട്ടോ. രണ്ടും എനിക്കിഷ്ടമാണ് കേട്ടോ. ഇനി അടുത്ത സെൻറ്റാങ്കിൾ ആർട്ടെന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഓരോ സ്ക്വയർ എന്ന് വെച്ചാൽ റെക്റ്റാങ്കിൾ, സ്ക്വയറില്ല റെക്റ്റാങ്കിൾ ഓരോ കോർണറിനകത്ത് അത് ഒന്നിന് മുകളിൽ ഒന്ന് ഓവർലാപ്പ് ചെയ്ത് കുറേ റെക്റ്റാങ്കിൾസ് വരച്ച് കൊടുക്കുകയാണത്. അപ്പം ഓരോ റെക്റ്റാങ്കിളും നമുക്ക് ഇത്ര മെഷർമെൻറ്റ് വേണമെന്നൊന്നുമില്ലാതെ ഞാൻ റെക്റ്റാങ്കിൾ ഷേപ്പ് വരുന്നില്ല. അപ്പോൾ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഓവർലാപ്പ് ചെയ്താണ് ഞാൻ ഓരോന്ന് വരയ്ക്കുന്നത്. അത് ചിലപ്പോൾ സ്ക്വയർ ആകാം, റെക്റ്റാങ്കിൾ ആകാം, എന്തായാലും അതുപോലത്തെ ഷേപ്പാണ് വരച്ചിരിക്കുന്നത്. നമ്മളിപ്പം വട്ടം വരച്ചു, നമ്മൾ ചുമ്മാ കർവ് ലൈൻ വരച്ചു, പല സാധനങ്ങൾ വെച്ചു. അപ്പോൾ ഓരോന്നും ഓരോ ജോമെട്രിക്കൽ ഷേപ്പ് വെച്ച് ഞാൻ ട്രൈ ചെയ്യുന്നുള്ളൂ. അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നി അങ്ങനെ നിന്നു കേട്ടോ. എന്നിട്ട് അതുകൊണ്ട് ആ കുഞ്ഞു കുഞ്ഞു കോളൻസില്ലേ ഓവർലാപ്പ് ചെയ്ത് അതിനെ നമ്മൾ കുഞ്ഞു കുഞ്ഞു ലൈൻ വെച്ച് നമ്മൾ ഫില്ല് ചെയ്ത്, കാരണം അത് മാത്രമേ ഫില്ല് ചെയ്യുന്നുള്ളൂ, കുഞ്ഞു കുഞ്ഞു ലൈൻ കോളംസ് മാത്രം. അകത്ത് വലിയതായിട്ടുള്ള സ്പേസിനകത്ത് നമ്മൾ കളർ അടിക്കാനുള്ളതാണ്. അപ്പോൾ കളേഴ്സൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾ ബ്രഷ് പെൻ വെച്ചോ സ്കെച്ച് പെൻ വെച്ചോ എന്തെങ്കിലും. പക്ഷേ എൻ്റെ സ്കെച്ച് പെന്നൊന്നും ബ്രഷ് പെന്നും ഒക്കെ ഉള്ളതുകൊണ്ട് ചുമ്മാ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ച് നമ്മൾ അല്ലാതെ വലിയ പ്രത്യേകിച്ചൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. കളേഴ്സ് കോമ്പിനേഷനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞാൻ കുറച്ച് 1-2 ഡാർക്ക് കളറും 1-2 ലൈറ്റ് കളറും ചേർന്ന് ഒരു നമ്മളിപ്പം ഓവർലാപ്പ് ചെയ്തെങ്കിലും അത് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ചിരിക്കുന്നതായിട്ട് ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സൈഡിൽ ഷെയ്ഡ് ചെയ്യുന്നത്. ഇതിനകത്തൊന്നും ഷെയ്ഡ് ചെയ്യാതെ വേണമെങ്കിലും ഇടാം, പക്ഷേ എനിക്ക് ഷെയ്ഡ് ചെയ്യണം തോന്നി അങ്ങനെ. ഷെയ്ഡ് നിങ്ങൾക്ക് കളർ ഉണ്ടെങ്കിൽ ഡാർക്ക് കളർ ഉണ്ടെങ്കിൽ ഡാർക്ക് കളർ കൊണ്ട് ഷെയ്ഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ലാസ്റ്റ് ഫൈനൽ റിസൾട്ട്. ഇങ്ങനത്തെയാണ്. ഇങ്ങനെയൊരു കുഴപ്പമില്ലല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. അപ്പോൾ മറ്റേതായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇനി അടുത്ത് നമ്മുടെ ആർട്ടെന്ന് പറയുന്നത് നമ്മൾ ഇതുകൊണ്ട് ഓരോ കോർണറിലും നമ്മൾ കർവി ലൈൻസ് വരച്ച് കൊടുക്കുകയാണ്. അതായത് ഇങ്ങനെ കർവും ഫുള്ള് സൈഡ് കർവ് വരച്ച് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ വളഞ്ഞ് കമീബ സൈസിൽ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഓരോ ഇങ്ങനെ ചെറുതും വലുതും ഒക്കെ വരച്ച് കൊടുക്കാം നമുക്ക് കേട്ടോ. ഇന്ന സൈസൊന്നും വേണമെന്നില്ലല്ലോ. അപ്പം വരച്ച് ഫുള്ള് സൈഡ് വരയ്ക്കാം. ഇനി അതിൻ്റെ മുകളിൽ കൂടെയും ഇങ്ങനെ ഒന്നുകൂടെ ഇങ്ങനെ രണ്ടാമതും കർവ് ലൈൻസ് വരച്ച് കൊടുക്കുകയാണ്. അതായത് അത് ഫുള്ള് നടുക്ക് ഇച്ചിരി സ്പേസ് വിട്ട് ബാക്കി ഫുൾ സൈഡ് നമ്മൾ ഈ കർവ് ലൈൻസ് ഓരോ കോർണറിൽ നിന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വരച്ച് കഴിയുമ്പോഴത്തേന് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നടുക്ക് സ്പേസ് വിട്ടിരിക്കുന്നില്ല, അത് ഇച്ചിരി സ്പേസ് വിട്ടാൽ മതി. വലിയ സ്പേസ് ഒന്നും അത്ര സ്പേസ് ഞാൻ വിട്ടിരുന്നുള്ളൂ കേട്ടോ. അതിനകത്ത് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ആ കാര്യങ്ങൾക്ക് മുമ്പ് നമ്മുടെ വെളിയിൽ കുറേ സ്പേസ് ഇല്ല, അതിനകത്ത് മുഴുവൻ കർവ് ലൈൻ വരച്ച് നിറച്ച്. അപ്പം നമ്മൾ പറയുന്ന ഗിവ് അവേ വിന്നേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും ഒന്നും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ 4 പേർക്കേ കൊടുക്കുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ല. അതിൻ്റെ ഗിഫ്റ്റൊക്കെ നിങ്ങൾ കാണിച്ചു തന്നാലും ഷോർട്സിലൊന്നുകൂടെ ഇടാം. അപ്പം ഫുൾ ടോപ്പായിട്ട് കുറേ നാളായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കാണ് കൊടുക്കുന്നത്. ഈ മാസം കിട്ടിയില്ലെന്ന് വിഷമിക്കേണ്ട, നിങ്ങൾ അടുത്ത മാസം എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കിട്ടാത്തവർക്ക് അടുത്ത മാസം കൊടുക്കും കേട്ടോ. അപ്പോൾ നടുക്കത്തെ സ്പേസിൽ ഞാൻ കുറേ ലൈൻ ഇങ്ങനെ വരച്ചിട്ട് ചുമ്മാ ഞാൻ സ്കെയിൽ കൊണ്ടൊന്നുമല്ല വരയ്ക്കുക, ചുമ്മാ ഇങ്ങനെ അന്താസ് വെച്ച് വരച്ച് ചെക്കാക്കിയിട്ടുണ്ട്. നടുക്കത്തെ അത് ഞാൻ ഷെയ്ഡ് ചെയ്യേണ്ടായിരുന്നു, പക്ഷേ ഷെയ്ഡ് ചെയ്യാതെ വിടാൻ ഞാൻ ആഗ്രഹിച്ചു, ഓർക്കാതെ അങ്ങ് ഷെയ്ഡ് ചെയ്തു കേട്ടോ. പിന്നെ അതുകൊണ്ട് ആ ചെക്കിനകത്ത് ഓൾട്ടർനേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്ന് വിട്ട് കളറടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഫൈനൽ റിസൾട്ട്. ഒരു ഇല്യൂഷൻ കണ്ടില്ല, അകത്ത് ഏതാണ്ട് സാധനം ഇങ്ങനെ കിടക്കുന്ന പോലെ വെളിയിൽ ഇങ്ങനെ മാറ്റിയെടുക്കുന്നത്. അപ്പോൾ അടുത്ത ഇനി സെൻറ്റാങ്കിൾ ആട്ടുന്നതെന്നു പറഞ്ഞാൽ അടുത്ത ഷേപ്പാണ് കോർണറിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സിഗ്സാഗ് വരച്ച് നമ്മൾ ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുക. ഇനിയും വേണ്ടത് നമ്മൾ അതിനകത്ത് പണ്ടത്തെ പോലെ തന്നെ പെബിൾസ് വരച്ച് കൊടുക്കുക. ഓരോ കോർണറും ജോയിൻ ചെയ്ത് പെബിൾസ് വരച്ച് കൊടുക്കുക. പിന്നെ ആ സ്പേസ് വെളിയിൽ കിടക്കുന്ന കുഞ്ഞു സ്പേസിൽ നമ്മൾ ബ്ലാക്ക് കൊണ്ട് ഷെയ്ഡ് ചെയ്യുക. ഇതാണ് നമ്മൾ പെബിൾസ് വരയ്ക്കാൻ നിങ്ങൾക്ക് ഈസിയാണ്. ചുമ്മാ ഓരോ കുഞ്ഞതും വലുതുമായിട്ടും ഒക്കെ കുറേ വരച്ച് കൊടുക്കാം. ഇന്ന ഷേപ്പൊന്നും വേണമെന്നില്ല. കുഞ്ഞു പെബിൾസ് വരയ്ക്കാം, ചെറിയതും വലുതും. ആ ജസ്റ്റ് കോർണർ ജോയിൻ ചെയ്താൽ മാത്രം മതി. ഇച്ചിരി ഡാർക്ക് കളർ പെന്നും കൊണ്ട് വരയ്ക്കുമ്പോൾ നമുക്ക് എടുത്തറിയാൻ പറ്റും കേട്ടോ. എന്നിട്ട് ആ സ്പേസ് എക്സ്ട്രാ ഉള്ളതൊക്കെ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഗിവവേയുടെ കാര്യം നിങ്ങൾ ഇപ്രാവശ്യം വിഷമിക്കുന്നുണ്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സ് ഇഷ്ടമായെന്ന് അറിഞ്ഞുകൊണ്ട് അടുത്ത പ്രാവശ്യം ഇതുപോലെ തന്നെ, അതായത് ഇനിയിപ്പം ജൂണിലാണ് കൊടുക്കുന്നത്, ജൂലൈ മന്ത് എൻഡിലും ഗിവ് അവേ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ജൂലൈ മന്തിൽ ടോപ്പായിട്ട് നിൽക്കുന്നവർക്കായിരിക്കും എടുക്കുന്നത്. അപ്പം കിട്ടാത്തവർ ജൂലൈ മന്തിൽ ഫുൾ കമൻറ്റ് ലോങ്ങും ഷോർട്ടും ലൈവും എല്ലാം കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ആർക്കെങ്കിലും ഒക്കെ ഉണ്ട് വേറെ മൊബൈലിൽ നിന്നൊക്കെ കാണാം. അപ്പം ഫുൾ വീഡിയോ, അത് ഒരു വീഡിയോ കമൻറ്റ് ഇട്ട് കണ്ട ശേഷം പിന്നെ കുറേ നാളത്തേക്ക് കാണാതെ അങ്ങനെ കമൻറ്റ് ആകത്തില്ല കേട്ടോ. അപ്പോൾ ഫുൾ ഷോർട്സും കാണാം, ലോങ് വീഡിയോയും കാണാം. എൻ്റെ പഴയതൊക്കെ കുറേ ലോങ് വീഡിയോസൊക്കെ അതിനകത്തൊക്കെ നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് ഞാൻ കമൻറ്റ് അതിൽ നിന്ന് പിക്ക് ചെയ്യുന്നത്. അല്ലാതെ പെട്ടെന്ന് ഗിവ് അവേക്ക് വേണ്ടി മാത്രം വന്ന് കമൻറ്റ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് കിട്ടത്തില്ല. അപ്പം നമ്മൾ ഡെഡിക്കേറ്റ് ആയിട്ട് ചെയ്താൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നോട്ടെ, ഇതിനകത്ത് ഇനി കുറേ കുഞ്ഞു റൗണ്ട് എടുക്കാം, പല ഷേപ്പിൽ വരയ്ക്കാം. ഞാനിപ്പോൾ ഒരു സൈസ് ഷേപ്പ് എടുത്ത് പിന്നെ വലുതും ചെറുതും ഒക്കെ വരച്ച് അതായത് റൗണ്ടിനും കുഞ്ഞത് വലിക്കാം, വലുത് നമ്മളിങ്ങനെ വെള്ളത്തുള്ളികൾ കൊമളകൾ പോലെ നമ്മുടെ ഈ സോപ്പ് പത അതുപോലത്തെ കുഞ്ഞു കൊമളകൾ പോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ എടുക്കുന്ന സ്പേസ് നമ്മൾ ഫില്ലാക്കുന്നുണ്ട്. ആ ഗിവ് അവേ വിന്നേഴ്സ് ഇത് കഴിയുമ്പോഴത്തേന് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് വന്ന് വാട്സപ്പിനകത്തോ മെസ്സേജ് അയച്ചാൽ മതി. അഡ്രസ്സ് വിത്ത് പിൻകോഡ് ആൻഡ് ഫോൺ നമ്പർ കേട്ടോ. അതെങ്ങനെയാണ് ഫൈനൽ റിസൾട്ട് സൈഡൊക്കെ ഞാൻ ഷെയ്ഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കളർഫുൾ ആക്കി ഇത് ചെയ്യാൻ കേട്ടോ. സെയിം സാധനം ബ്ലാക്ക് അല്ലാതെ കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ ബ്ലാക്ക് വരച്ചത് ഇത് സാധാരണ എല്ലാം ബ്ലാക്ക് വെച്ചാണ് സെൻറ്റാങ്കിൾ ചെയ്യുന്നതേ ഉള്ളൂ. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ കുറേ റൗണ്ട് ഇതുണ്ട്. ഒരു റൗണ്ട് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്നതായിട്ട് അടുത്ത റൗണ്ട് അത് സർക്കിൾ ഓവർലാപ്പ് ചെയ്തത് ഇതിങ്ങനെ അടിയിലൂടെ ഉണ്ടതായിട്ട് കാണിക്കണം ഇവിടെ. അത് ജോയിൻ ചെയ്തിരിക്കണം. ഒന്ന് നമ്മളിങ്ങനെ കുറേ സർക്കിൾസ് ആയിട്ടുള്ള ബോളുകൾ അടുക്കി വെക്കുമ്പോൾ എങ്ങനെ ഒട്ടിയിരിക്കുന്നത് അതുപോലെ ഇങ്ങനെ ഒട്ടി വെക്കുകയാണ്. അപ്പം ഓരോ ഷേപ്പിലാണ് ഞാൻ ഓരോ സെൻറ്റാങ്കിളും ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏകദേശമൊക്കെ ഇഷ്ടപ്പെടുന്നു വയ്ക്കുന്നു. അപ്പോൾ അതിൻ്റെ ജോയിൻ ചെയ്യുമ്പോൾ ചെറുതായാലും കുഴപ്പമില്ല, ഇന്ന സൈസൊന്നുമില്ല. കുറേ നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ട്. കുറേ കൊമളകൾ ഇങ്ങനെ നമ്മുടെ ബോളുകൾ നിറച്ചിട്ട് ഇനി അതിനകത്ത് കുറേ കുഞ്ഞു റൗണ്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. എല്ലാത്തിനകത്ത് റൗണ്ട് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് കളർഫുൾ പേന കൊണ്ടും ചെയ്യാൻ പറ്റും. കളർഫുൾ പേന കൊണ്ട് ഞാൻ ചെയ്തില്ല. നിങ്ങൾക്ക് കളർഫുൾ പേന കൊണ്ടുള്ള സെൻറ്റാങ്കിൾ ഫുള്ളായിട്ട് വേണമെങ്കിൽ അത് വെക്കാം. ഞാനിപ്പോൾ 1-2 മാത്രമേ കളർ ചെയ്തുള്ളൂ, ബാക്കി ഫുൾ ബ്ലാക്ക് ആയിരുന്നു. സാധാരണ പേന കൊണ്ടാണ് ഞാൻ വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇതിനുള്ള പേനയൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലോണം സൂപ്പറായിട്ട് വരും കേട്ടോ. ഇതിനെക്കാട്ട് നല്ല സൂപ്പറായിട്ട് വരുന്ന ആ പേന കൊണ്ടൊക്കെ വരയ്ക്കുക. കാരണം എൻ്റെ സ്കെച്ച് പെന്നിന് കൊണ്ട് വരയ്ക്കുന്നതിൻ്റെ ഒരു ഡിഫക്റ്റൊക്കെ ഉണ്ട് ഇതിന് കേട്ടോ. അപ്പം ഇതെല്ലാം വരച്ച ശേഷം നമ്മൾ സൈഡിൽ ഷെയ്ഡും ചെയ്ത് ഓരോ കോർണർ സൈഡിൽ നമ്മൾ ഔട്ട് സൈഡിലൊക്കെ ഷെയ്ഡ് ചെയ്ത് നമ്മൾ അതിനൊന്ന് ഇതാക്കുക. ഷെയ്ഡിങ് പോലും ഒത്തിരി ഷെയ്ഡ് ചെയ്യേണ്ട കേട്ടോ. നടുക്ക് ഷെയ്ഡ് ചെയ്യേണ്ടായിരുന്നു, പിന്നെ ഞാൻ തുടച്ച് കളഞ്ഞായിരുന്നു കേട്ടോ. കോർണർ മാത്രം ഷെയ്ഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് കളർഫുൾ വെച്ച് ചെയ്താൽ ഇത്തിരി സൂപ്പറാകും. കളർഫുൾ വേണമെന്നുണ്ട് എന്നെ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഗിവ് വിന്നേഴ്സ് ആരാന്ന് എല്ലാവരും ക്ഷമയോടെ ഇരിക്കുക. എൻ്റെ ലൈവൊക്കെ എല്ലാവരും 8:30 രാത്രി ലൈവ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാണണേ. ഈ വീഡിയോ സ്കിപ്പ് ആകാതെ കാണണം. നമുക്ക് നല്ല റീച്ചൊക്കെ എത്തുവാണ്. ഇനി നല്ല ഗിഫ്റ്റ് ഇടും. അടുത്ത പ്രാവശ്യവും സ്റ്റിക്കേഴ്സ് ഇഷ്ടമാണെങ്കിൽ സ്റ്റിക്കർ തന്നെ ചെയ്യാം. ഇനി അടുത്ത് നമ്മുടെ ഓരോ നടുക്കൊരു ഡോട്ടിട്ട് ഓരോ കോർണറിൽ നിന്ന് ഇങ്ങനെ നടുക്കത്തെ പോയിന്റിലോട്ട് കുറേ കർവി ലൈൻസ് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. ഇത് കാണുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് പറ. ഈ എന്തോ നമ്മുടെ അതിൻ്റെ പേരെന്നാ ഒക്ടോപ്പസിൻ്റെ കാല് പോലെ ഇരിക്കുന്നില്ലേ. ഞാൻ അതിൻ്റെ ചുറ്റിനും നമ്മളിതുകൊണ്ട് ബുൾസ പോലെ കുറേ ഉണ്ടാക്കിയെടുക്കുകയാണ്. കുറേ കർവി ലൈൻ അമീബ പോലെ നമ്മൾ ചുറ്റും റൗണ്ട് ആണ്ടിട്ട് വരച്ചേക്കാണ്. ഇതിലൊക്കെ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്ത് കളർഫുള്ളൊക്കെ ആക്കാം കേട്ടോ. ഞാൻ എൻ്റെ രീതിയിൽ ഇമാജിനേഷനിൽ എനിക്ക് എന്തൊക്കെ തോന്നുന്നു അന്നേരം അതൊക്കെ ഞാൻ വരച്ച് വെക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾക്കത് വരയ്ക്കാം കേട്ടോ. ആരും നിങ്ങളെ തടയാൻ പറ്റത്തില്ല. ഇങ്ങനെ വരയ്ക്കണം അങ്ങനെ വരയ്ക്കണമെന്നില്ല കേട്ടോ. അതിനകത്തും പെബിൾസാണ് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ പെബിൾസ് വരയ്ക്കുമ്പോഴാണ് അതിനൊരു ഇല്യൂഷൻ ടൈപ്പ്. അതുകൊണ്ടാണ് ഈ പേബിൾസ് വരയ്ക്കുന്നത് കേട്ടോ. വരച്ച് കഴിഞ്ഞ് വെളിയിലത്തെ എക്സ്ട്രാ ഉള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ, എക്സ്ട്രാ ഉള്ളത് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഓരോ പേബിൾസിൻ്റെ ഇടയ്ക്ക് സ്പേസ് വരുന്ന 2 പേബിൾസ് ജോയിൻ ചെയ്യുന്നിടത്ത് സ്പേസ് ചെയ്യും. അത് നമുക്ക് പിന്നെ കളർ ചെയ്യാനുള്ളത്, അതിപ്പം ചെയ്യണ്ട. അപ്പം നമ്മൾ ഓരോ ചെറുതും വലുതായിട്ട് കുറേ പേബിൾസ് വരച്ച് ഇങ്ങനെ ആക്കി. ഇങ്ങനെയാണെങ്കിൽ നല്ല രസമുണ്ട് കാണാൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ കുറച്ച് കളർഫുള്ളാക്കുക. ഇതിനെ കളർഫുൾ എന്ന് പറഞ്ഞാൽ പല കളറിലുള്ള ഇത് നമ്മുടെ കയ്യിൽ പോയിൻറ്റഡ് പെൻസിൽ, സാധാരണ കളറുള്ള പെന്ന് സ്കെച്ച് പെന്നല്ല, സാധാരണ പെന്ന്, പോയിൻറ്റഡ് നിബുവല്ല നമ്മൾ പെന്ന്. ആ പെന്ന് വെച്ച് നിങ്ങൾക്ക് അകത്തെ സാധനങ്ങൾ കുഞ്ഞായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ വെച്ച് ഇത്രയും നേരം ബ്ലാക്ക് വരച്ച് നിങ്ങൾക്ക് കണ്ട് മടുത്തു. അതുകൊണ്ടാണ് കളർഫുൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞായിട്ട് വരച്ച് അതിനെ ഫുള്ളാക്കിയിട്ടുണ്ട്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായൊരു സെൻറ്റാങ്കിളായിട്ട്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സ് ആരാന്ന് പറയാം. ഫസ്റ്റ് ആളാരാന്ന് പറയട്ടെ. ഫസ്റ്റ് ആളാണ് നമ്മുടെ സജനയ്ക്കാണ് ഫസ്റ്റ് ഗിവ് അവേ വിന്നർ. അപ്പോൾ ഇനി അടുത്ത ഗിവ് അവേ വിന്നറെ ഇനി രണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇനിയും പറയാം. അപ്പോൾ ഫുള്ള് കാണാൻ വേണ്ടിയായിരുന്നു. അടുത്ത സെൻറ്റാങ്കിളാട്ടോ. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ചുമ്മാ സ്പ്രിങ് ടൈപ്പ് വരയ്ക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ സ്പ്രിങ് ടൈപ്പ് വരച്ചിട്ട് ഇത് ലൈൻ ആർട്ടാണ്. സെൻറ്റാങ്കിളിന് തന്നെ ചേച്ചി അനിയത്തി എന്നൊക്കെ പറയാം കേട്ടോ. ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ ഇതിങ്ങനെ ഓരോ കോർണറിൽ നിന്ന് വരച്ച് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനെ ലൈൻ ആർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ കൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ ഫുള്ളാക്കിയത് അല്ലേ. അപ്പോൾ ഒരേ ലൈൻ കണ്ടിന്യൂവേഷൻ ചെയ്തത് കുഞ്ഞും വലുതുമായിട്ട് എഴുതിയിരിക്കുന്നത് തോന്നുന്നു. എന്നിട്ടുകൊണ്ട് ഞാൻ കാണിച്ചിരിക്കുന്ന ഭാഗമില്ലേ റൈറ്റ് സൈഡ്, ആ ഭാഗം മാത്രമാണ് ഇങ്ങനെ തുടച്ച് കാണുക. സ്റ്റോപ്പ് ചെയ്തിട്ട് പോസ് ചെയ്ത് കാണാൻ പറ്റുമേ. അത്ര പെർഫെക്റ്റ് ആയില്ല, കാരണം ഇച്ചിരി കൂടെ ഒന്ന് ശരിയാക്കാൻ വന്നു. പിന്നെ ഞാൻ വെച്ചത് എന്ത് മതിയെന്ന് വെച്ചാൽ ഇനി നമ്മൾ അതിനെ അല്ല ഔട്ട്ലൈൻ ചെയ്തിട്ട് അതിനകത്തൂടെ ഇങ്ങനെ കുഞ്ഞു ലൈന്, വളരെ തിന്നായിട്ടുള്ള ലൈൻ വരയ്ക്കണേ. അതുപോലത്തെ നല്ല പേന വേണം. പക്ഷേ എൻ്റെ കയ്യിൽ അതേ ഉള്ള പേന കൊണ്ട് ഞാനങ്ങ് വരയ്ക്കാൻ ആർട്ട്ലൈൻ പെൻസ് ഉണ്ട്. അത് വെച്ചാണ് സാധാരണ ചെയ്യുന്നവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആർട്ട്ലൈൻ പെന്നും നമ്മുടെ ഇപ്പോൾ ചെയ്തവരെല്ലാവരും എനിക്കൊന്നും ആർട്ട്ലൈൻ പെന്നുകൊണ്ട് ചെയ്തത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതു പെന്നാണ്. അപ്പോൾ ഇതാണ് ലാസ്റ്റത്തെ ഏറ്റവും താഴെയൊക്കെ അടുത്ത ലൈൻ ഓർക്കാതെ വന്നു പോയതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ അത് തിന്നായിട്ട് ലൈനാണ് വരയ്ക്കുന്നത്. ഇങ്ങേപ്പുറത്ത് താഴെ ഇങ്ങേപ്പുറത്തെ സൈഡിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പൂ വിരിഞ്ഞിരിക്കുന്ന പോലെയുള്ളതാണ് ഫീലിംഗ്. ഇതാണ് ലൈൻ ആർട്ട് എന്ന് പറയുന്നത്. ഇതുപോലത്തെ ലൈൻ ആർട്ട് ഇഷ്ടമാണെങ്കിൽ ഇനിയും ലൈൻ ആർട്ട് ചെയ്യാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇനി അടുത്ത ഗിവ് അവേ വിന്നർ, സെക്കൻഡ് ഗിവ് അവേ വിന്നർ ആരാന്ന് പറയുന്നത് രായു കല്ലു ആണ് നമ്മുടെ അടുത്ത സെക്കൻഡ്
ഗിവ് വിന്നർ. ഇനി അടുത്ത 2 പേരും കൂടെ ഉണ്ട്. വെയിറ്റ് ചെയ്യുക, ക്ഷമിക്കുക, പെട്ടെന്നല്ല എന്നെ എടുത്ത് ചാടിയില്ല പോകണ്ട. പിന്നെ 2x സ്പീഡിലും 3x സ്പീഡിലൊന്നും ഇട്ട് കാണല്ലോ കേട്ടോ. അതൊക്കെ ചേച്ചിക്ക് വിഷമമാകത്തില്ല. അപ്പം നമുക്ക് പെട്ടെന്നൊരു ചാനലാകണമെങ്കിൽ നമുക്കിങ്ങനെ ഇത് നിങ്ങൾ കണ്ട ആർട്ടായിരിക്കും ഞാൻ ഒന്നുകൂടെ കാണിക്കുന്നുള്ളൂ. പെബിൾസ് പോലെ ചുമ്മാ വരച്ച ശേഷം ആൾട്ടർനേറ്റ് ഡേയിൽ ഒരു കല്ല് താഴെ നമ്മൾ കുറേ കളർഫുൾ കല്ലുകൾ ഇട്ടിരിക്കുന്ന പോലെ കാണാം. ചില അക്വേറിയത്തിനകത്തും ചിലരുടെ ടേബിളിൻ്റെ അകത്തുള്ള ഇതിനകത്തൊക്കെ കാണാം. ഇതാണ് നമ്മുടെ ഇത് നിങ്ങൾ കണ്ടാണ് ഞാൻ ചുമ്മാ കാണിച്ചെന്നുള്ളൂ, ചെറിയൊരു ഷോർട്ടായിട്ട് കാണിച്ചെന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് അടുത്ത നമ്മുടെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ നിങ്ങൾ കണ്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത ഗിവ് വിന്നറാണ് ജോഷ്ന കേട്ടോ. ജോഷ്ന സുഗീഷാണ് അടുത്ത ഗിവ് വിന്നറെ. ഇപ്പോൾ മൂന്നാമത്തെ 3 പേരായി, ഇനി ഒരാളും കൂടി ഉണ്ട്. 4 പേർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റേ ഞാൻ മേടിച്ചിട്ടുള്ളൂ. ഗിഫ്റ്റ് ഓൾറെഡി കണ്ടതായിരിക്കുമല്ലോ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഗിഫ്റ്റിൻ്റെ ഷോർട്ട്സ് വീഡിയോ ഞാൻ ഒന്നുകൂടെ ഉണ്ടാക്കിയിടാം. ഷോർട്സ് ഇടുന്നുണ്ട്, അതിൻ്റെ ഒരു ഗിഫ്റ്റ് ഒന്നുകൂടെ കാണിച്ചേക്കാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കാണുക, ലോങ് വീഡിയോ ഫുൾ കാണുക. ടോപ്പ് കമൻറ്റർ ആകുക എന്ന് പറഞ്ഞാൽ ഗിവ് വേക്കിട്ട് മാത്രം കമൻറ്റ് ചെയ്യല്, ഫുള്ളായിട്ട് എല്ലാ വീഡിയോസും കണ്ട് കമൻറ്റ് ചെയ്യുന്നവരെ മാത്രമാണ് ഞാൻ നോക്കേണ്ടത്. ഇതാണ് അടുത്ത, ഇതൊന്നും നിങ്ങൾ കണ്ടായിരിക്കുമല്ലോ. അതിൻ്റെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കളർഫുൾ ബ്ലാക്ക് വൈറ്റ് ഉള്ള അടുത്തത്. ഇനി അടുത്ത ഗിവ് വിന്നറാണ് ഷജി എന്ന് പറഞ്ഞാൽ വേറെ പേരായിരിക്കും, ഷാജി എന്നല്ലായിരിക്കും. അതുകൊണ്ട് ഇത് നിങ്ങൾ കണ്ടാലേ, ഞാൻ ഇതിൻ്റെ ജസ്റ്റ് ഇമേജ് മാത്രം, ഇതൊക്കെ നിങ്ങൾ കണ്ടതായിരിക്കും, ആദ്യം ഞാൻ വരച്ചാണ്. അപ്പോൾ ഇത്രയാണ് ഗിവ് വിന്നേഴ്സ്. എല്ലാവരും ഹാപ്പി അല്ലേ?